يا حي يا قيوم يا حي يا قيوم لا إله إلا الله محمد رسول الله 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 يا الله يا رحمن يا رحيم 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 الله سبحانه وتعالى നാം ചൊല്ലിയ ദിക്റുകൾ അല്ലാഹു നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മമാര് സ്ഥാപനത്തിന്റെ മുഹിബ്ബീങ്ങൾ ഗുണകാംക്ഷികൾ ഈ സദസ്സിൽ നിന്ന് ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് പ്രത്യേകമായി ദുആ ചെയ്തിരുന്ന എല്ലാവരുടെയും ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. വളരെ ഇജാബത്തുള്ള ഈ മജ്ലിസിന്റെ സമാപന ദുആയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ വലിയ ഒരു നോട്ടമുള്ള ഒരു സ്ഥാപനമാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ഉറൂസാണ് ഇന്നലെ റജബ് 6. അൽഹംദുലില്ലാഹ് റജബ് 7 എല്ലാ വർഷവും ഇവിടെ ഒരുമിച്ച് കൂടുകയും ഇവിടെയുള്ള മുത്തുമുഅ്മിനീങ്ങൾ മുഴുവനും അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല ഒരു മജ്ലിസാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മജ്ലിസ് എന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഡേറ്റ് റിസ്ക് എടുത്ത് ഈ ഒരു സമയത്ത് എത്തിപ്പെടുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് എത്തുന്നത് പോലെയല്ല എനിക്ക് മുത്തനൂരിൽ നിന്ന് എത്താൻ. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ വലിയ മഹാനാണ്. 14 ലക്ഷത്തോളം വരുന്ന ആളുകളെ അവിടുത്തെ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ അടുക്കൽ എല്ലാ മതക്കാരും അവിടെ വരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. എല്ലാ മതക്കാരും എല്ലാ വർഗക്കാരും എല്ലാവിധ രാഷ്ട്രീയക്കാരും ഒക്കെ അവിടെ വന്ന് ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും ഭരണം തുടങ്ങുമ്പോഴും ഇലക്ഷൻ വരുമ്പോഴും ഒക്കെ അവിടെ വന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരും പോകുന്നുള്ളൂ. ഈ വർഷവും അങ്ങനെ തന്നെയാണ്. അവിടെ വന്ന് ഭരണം ഏറ്റെടുക്കുമ്പോഴും ഒക്കെ അവിടുത്തെ ഒരു നല്ല ഒരു അംഗീകാരം വാങ്ങിക്കൊണ്ടാണ് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ എന്ന ഒരു നാമം ലഭിക്കാൻ തന്നെ കാരണം അതാണ്. അതുകൊണ്ട് എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് ഒരു നല്ല രൂപത്തിലുള്ള ഒരു വലിയ ഒരു ദഅവത്താണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ നടത്തിയത്. അവിടുത്തെ മകനാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ. ഞാൻ നിങ്ങളോട് ഫാത്തിഹ ഓതിയപ്പോൾ പറഞ്ഞു വ ഇബ്നിഹി ഫഖ്റുദ്ദീൻ ബാബ സെൽവാർ ഷരീഫ് എന്നാണ് ആ രാജ്യത്തിനെ അവിടുത്തെ ആളുകൾ വിളിച്ചു പോരുന്നത്. സെൽവാർ എന്ന് പറയുന്ന രാജ്യമാണ്, ഷരീഫ് എന്ന് പറയുന്ന ആദരവ് കൊണ്ട് അവർ വിളിച്ചു വരുന്നത്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ പേരമകനാണ് ഉസാമുദ്ദീൻ സാംബാർ ഷരീഫ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ പേരമകനാണ്. അവിടെ വലിയ സ്ഥലമാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ പേരമകൻ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് അറിയാം ഒരു പ്രത്യേകമായ ഒരു തണുപ്പാണ്. കൂടുതൽ തിരക്കൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അവിടുത്തെ മിസ്കീന്മാരും അങ്ങനെ തന്നെയാണ്. റോഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് മിസ്കീന്മാരുണ്ട്. ആ മിസ്കീന്മാര് അങ്ങനെ ഇരിക്കും. അവർക്ക് ഭക്ഷണത്തിന്റെ സമയമാണെങ്കിൽ അവർ ഭക്ഷണം ചോദിക്കും.
ഭക്ഷണത്തിന്റെ സമയമല്ലെങ്കിൽ ഞങ്ങൾക്ക് ചായ വാങ്ങി തന്നാൽ മതി എന്ന് അവർ പറയും. എന്തെങ്കിലും കിട്ടട്ടെ, കിട്ടണങ്ങോട്ട് പോരട്ടെ എന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് ആവശ്യമില്ല. പലപ്പോഴും ഞാൻ ആളുകൾ റോഡുകൾ കിട്ടാതിരിക്കുമ്പോൾ വീട്ടിലേക്ക് വഴിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളോടൊക്കെ എന്നോട് പ്രയാസം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഖാജാ തങ്ങളുടെ പേരമകൻ ബഹുമാനപ്പെട്ട ഉസാമുദ്ദീൻ സാമ്പാർ ഷെരീഫ് മഹാനവറുകളുടെ ആ മഖാമിലേക്ക് പോകുന്ന വഴിയിലിരിക്കുന്ന ആളുകൾക്ക് ചായ വാങ്ങി കൊടുക്കാൻ തീർച്ചയാക്കി പറഞ്ഞു. പലപ്പോഴും അൽഹംദുലില്ലാ ആളുകൾ പല സദസ്സുകളിൽ നിന്നും അൽഹംദുലില്ലാ അത് സന്തോഷകരമായി എന്നുള്ള വിവരവും പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അൽഹംദുലില്ലാ അവിടുത്തെ മോൻ ഫഖറുദ്ദീൻ തങ്ങളും രണ്ടുപേരും രണ്ട് ദാഴികളാണ്, രണ്ട് രൂപമാണ്. ഖാജാ തങ്ങൾ ഒരു മിതത്വമാണ്, ഫഖറുദ്ദീൻ തങ്ങൾ കുറച്ച് ചൂടാണ്. കമ്മിറ്റിയിലുണ്ടാവും അങ്ങനെ, എല്ലാവരും തണുപ്പായാൽ ശരിയാവൂല. സെക്രട്ടറിയും പ്രസിഡന്റും രണ്ട് ചൂടാണെങ്കിൽ അടച്ചു കൂട്ടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരാളിങ്ങനെ ചൂടാകുമ്പോൾ മറ്റാളിങ്ങനെ തണുപ്പിക്കണം. അതൊരു ദഅവത്തിന്റെ ഒരു ശൈലിയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടും രണ്ട് സ്വഭാവക്കാരാണ്. രണ്ടാളും ആവശ്യമാണ് ഖലീഫമാര്. രണ്ടാളും ഉമറിനെ പോലെ ആയാൽ പ്രശ്നമാണ്, രണ്ടാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ ആയാലും പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ ഖലീഫമാരുടെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്. കൈയിന്റെ വിരലുകളും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും സ്വഭാവങ്ങളും ഒക്കെ അവർക്കുണ്ട്. ഒരാളെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആരും ഇങ്ങനെ സംസാരിക്കൂല, എല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ മുമ്പിൽ അല്ല, മൂപ്പരപ്പ റിജാലാണ്. അല്ല, ആണായി നിൽക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ആരും അങ്ങനെ പറയും, ആരും തള്ളവരൽ ഉപയോഗിച്ചുകൊണ്ട് ആരും കൈ ഉയർത്തി ആരും പ്രസംഗിക്കാറില്ല. എല്ലാവരും ഇങ്ങനെ പ്രസംഗിക്കാറില്ല. അപ്പൊ ഇങ്ങനെ പ്രസംഗിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ വലിയ ഒരു ദാഴിയാണ്. ബഹുമാനപ്പെട്ടവർ ഇപ്പോഴും ഇവിടെ ദഅവത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ ദഅവത്ത് ചെയ്തു. ഈ ലത്തീഫിയ ഈ സ്ഥാപനത്തിനെ അൽഹംദുലില്ലാ ഇതിന്റെ തുടക്കം അജ്മീറിൽ പോയി വരുമ്പോഴാണ് അല്ലേ അങ്ങനെ ഇവിടെ കേൾക്കാൻ സാധിച്ചു. എനിക്ക് പരിചയമില്ല, എന്നാലും അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ സിയാറത്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആശയം വരുന്നതും ഇങ്ങനെ ഒരു പേര് വിളിക്കുന്നതും ഒക്കെ. അങ്ങനെ അവിടെ പോയി സമ്മതത്തോടുകൂടെ അൽഹംദുലില്ലാ അവിടുത്തെ പൊരുത്തത്തോടു കൂടെയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങുന്നത്. സമ്മതം ചോദിക്കാൻ പോകണമെങ്കിലും വേണം ആദ്യം ഒരു പൊരുത്തം. സമ്മതം ചോദിക്കാൻ പോകണമെങ്കിലും വേണം ആദ്യം ഒരു പൊരുത്തം. ബാപ്പാനോടും ഉമ്മാനോടും ആദരവും ബഹുമാനവും ഉള്ള ഒരാൾക്കാണ് മകളെ വിവാഹം വരുമ്പോ അന്വേഷണം വരുമ്പോ തന്നെ ബാപ്പനോടും ഉമ്മനും പറയാ. അല്ലാത്ത ആളുകൾ നിശ്ചയത്തിനാ പറയാ, ബാപ്പ അങ്ങനെ കുഞ്ഞോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളാണ് വരണം. അത് അതവല്ലല്ലോ. അതുകൊണ്ട് നേരത്തെ ആ ഒരു വലിയ ഒരു നെളുറും ഹിഫ്ളും ഉള്ള ആളുകളാണ് അവിടെ എത്തിപ്പെടുകയുള്ളൂ. ഇവിടെയും എത്തിപ്പെടുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ഒരു നെളുറുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിപ്പെടുകയുള്ളൂ. ഞാൻ അങ്ങനെ മനസ്സിലാക്കാറുള്ളൂ. പലപ്പോഴും പലയോ സ്ഥലങ്ങളും മുതഅല്ലിമായ സമയത്ത് നമ്മൾ സിയാറത്തിന് പോയിട്ടുണ്ട്. ആ സിയാറത്തിന് പോയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് അവിടുത്തെ ഉറൂസിൽ പങ്കെടുക്കാൻ വേണ്ടി ഭാഗ്യം കിട്ടുമ്പോൾ ഞാൻ ചിന്തിക്കാറ്, അന്ന് നമ്മൾ ചെറിയ മുതഅല്ലിമായ സമയത്ത് ദുആ ചെയ്തത് അല്ലാഹു കബൂൽ ചെയ്തത് കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാ ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്ന് ചിന്തിക്കാറുള്ളത്. അൽഹംദുലില്ലാ ഭീമാ പള്ളിയിൽ ഉറൂസിന് കഴിഞ്ഞ വർഷം സമാപനത്തിന് ഞാൻ എത്തിയിട്ടുണ്ട്. ആ എത്തിയ സമയത്ത് ഒരുപാട് മുതഅല്ലിമായ സമയത്ത് നമുക്കറിയാം, ഭീമാ പള്ളിയിൽ ചെന്നാൽ ആ പുറത്ത് നിൽക്കും, അങ്ങനെ അവിടുന്ന് ദൂരം ഉള്ളിലേക്ക് യാതൊരു പെർമിഷനും ഉണ്ടാവില്ല. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പ്രത്യേകമായ ആളുകളെ മാത്രമേ അവർ കയറ്റുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം ഉള്ളത്. ഏതായാലും അൽഹംദുലില്ലാ അവിടെ നമ്മളൊരു സമാപന പരിപാടിയിൽ പങ്കെടുത്തു. ശേഷം അൽഹംദുലില്ലാ നമ്മൾ എപ്പോ പോയാലും അൽഹംദുലില്ലാ ഒരു പ്രത്യേകമായ ഡോറിലൂടെ അതിന്റെ ഉള്ളിൽ കയറാൻ നമുക്ക് സമ്മതം കിട്ടാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന അറിവുള്ളത് അവിടുത്തെ ഒരു അംഗീകാരം അൽഹംദുലില്ലാ നമുക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ക്യാമ്പസിൽ നിന്ന് എത്തിപ്പെട്ട് അൽഹംദുലില്ലാ സമാപന സമയം വരെ ഇരുന്ന് സന്തോഷത്തോടുകൂടെ അൽഹംദുലില്ലാ നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ഒരു നളർ ഒരു ഹിഫ്ള് എനിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ വരുന്നത് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ഒരു പരിപാടി കഴിഞ്ഞാണ്. ഇന്നലെ IPC പയ്യോളിയിൽ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ വലിയ ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു. ആ മജ്ലിസ് കഴിഞ്ഞാണ് ഇന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ വടകരയിൽ വന്ന് എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഒരു ഡോക്ടറുടെ
വീട്ടിൽ ഞാൻ താമസിച്ചു. രാവിലെ അവിടെ നിന്നുകൊണ്ടും വീണ്ടും യാത്ര തുടങ്ങി ഇവിടെ എത്തുന്നത്. അത് അൽഹംദുലില്ലാ ആ ഖാജാ തങ്ങളുടെ ഹിഫ്ദ് അല്ലാഹു നമ്മുടെ സദസ്സിൽ അല്ലാഹു നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ അടുക്കലേക്ക് ആദ്യമായി ഞാൻ എത്തുന്നത് ഒരിക്കൽ ഇങ്ങനെ സിയാറത്തിന് പോകുമ്പോൾ മഞ്ഞക്കുളത്ത് ഒരു സിയാറത്തിന് എത്തിപ്പെട്ടു. മഞ്ഞക്കുളത്ത് സിയാറത്ത് കഴിഞ്ഞ് എന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ ഇവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ദ്വാരക്കണത്. പരസ്യമായി ദുആ ചെയ്തതിനു ശേഷം എന്റെ ഖാസായ ദുആയിൽ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ദുആ ചെയ്തു. അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മുടി ചടക്കുത്തിയ ഇല്ലെങ്കിൽ അദ്ദേഹം ഇട്ട ഒരു കോട്ട് വാങ്ങിയതിനു ശേഷം അദ്ദേഹം അലക്കിയിട്ടില്ല, അങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ട ഒരു മുഷിഞ്ഞ ഒരാൾ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ഞാൻ ഉടനെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് സലാം അടക്കി. അദ്ദേഹം പിന്നീട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം അജ്മീറിലുള്ള 41 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. കാരണം എനിക്ക് തന്നെ 1000 രൂപ ശമ്പളമുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെയാ 41 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക? ഞാൻ ഇൻഷാ അല്ലാഹ് എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷാഉൽ ഹമീദ് നാഹൂരി സ്വാത്തിരി ബഹുമാനപ്പെട്ട ഹദറത്തിൽ നാഹൂരിൽ സിയാറത്ത് കഴിഞ്ഞ് ഷാഫി പള്ളിയുടെ മുറ്റത്തേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ ഒരാൾ സലാം പറഞ്ഞു. സലാം അടക്കി. വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം 41 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, മഞ്ഞക്കുളത്ത് നിന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നല്ലോ, അയാളും ഇയാളും ഒന്നെന്നെയാണെന്നൊക്കെ പാടെ നമ്മൾ തസവറാക്കി എടുത്തപ്പോൾ ഇയാൾ പോയി. പിന്നെ ഇയാളെ കാണുന്നില്ല. നാഹൂര് വലിയ കുളമുണ്ട്, ആ കുളത്തിന്റെ വലിയ വിശാലമായ ആ കുളത്തിന്റെ ചുറ്റുഭാഗം ഒക്കെ തെരഞ്ഞു നോക്കി, പക്ഷെ അദ്ദേഹത്തിന് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ദുആക്ക് ഇജാബത്തുള്ള ഒരാളാണ്. ഇവിടെ വലിയ ആളുകളുണ്ട്, ചിലപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ല മനുഷ്യന്മാർ സദസ്സിലുണ്ട്. എത്രയോ ആൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പലപ്പോഴും പറയാറുണ്ട്, സ്റ്റേജിലുള്ളതിനേക്കാൾ നല്ല മനുഷ്യന്മാർ സദസ്സിലുണ്ട് എന്ന് പറയാറുണ്ട്. മഅദിൽ നടക്കുന്ന 27ാം രാവിലെ നടന്ന വലിയ പ്രാർത്ഥനാ മജ്ലിസിൽ വെച്ചുകൊണ്ട് പലപ്പോഴായി ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ അല്ലാഹു അവിടുത്തെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ പറയാറുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ കാണുന്നത് പോലെയുള്ള ആളുകൾ, ചില ആളുകൾ നമ്മൾ മൈൻഡ് ചെയ്യൂല, മൈൻഡ് ചെയ്യാത്ത ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ ആളുകളായിരിക്കും. ഇവിടെ ഡ്രസ്സിന്റെ നിറമോ വന്ന വാഹനത്തിന്റെ നിറമോ ഇല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഒന്നല്ല നോക്കുന്നത്, നല്ല മനുഷ്യന്മാരുണ്ട്. ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഒരു മാസം 1,00,000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ഒരു മാസം 1,00,000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇപ്പോൾ എനിക്ക് ആ 1,00,000 സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് കഴിയുന്നില്ല, 1,00,000 പൂർത്തിയാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ദുആ ചെയ്യണം 1,00,000 പൂർത്തീകരിക്കാൻ. എന്നും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും. എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ദുആ നടക്കുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാജാ പാപ്പയുടെ ഹദറത്തിൽ പിന്നീട് എന്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും പിന്നീട് ഞാൻ ആ 41 മിസ്കീന്മാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 41 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ 100 രൂപയുടെ ടോക്കൺ എടുത്ത്, അങ്ങനെ 80 രൂപയുടെ ടോക്കൺ എടുത്ത് ഞാൻ ഇങ്ങനെ ഈ 41 ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലൈനുകൾ ഇങ്ങനെ ഉണ്ട്. ആ ലൈൻ ഇങ്ങനെ തീർന്നപ്പോ, ഈ ടോക്കൺ 41 തീർന്നപ്പം ലൈന് തീർന്നിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഏതായാലും ഇവർ നിന്നതല്ലേ, ഓൽക്കും കൂടി കൊടുക്കാന്ന് കരുതിയിട്ട് കുറച്ചും കൂടിയും അങ്ങനെ ആ ടോക്കൺ കൊടുത്തു. പിന്നെയും തീരുന്നാണ്ടപ്പോ ഞാൻ പിന്നെ ടോക്കന്റെ പൈസ ഒന്ന് കുറച്ച് ഞാൻ ഒരു 60 പിടിച്ച്, അങ്ങനെ പിടിച്ച് അവസാനം ഈ ലൈന് തീരുന്നേ ഇല്ല. അവസാനം ഒരു 10 രൂപന്റെ ടോക്കനിലേക്ക് എത്തി. 10 രൂപന്റെ ടോക്കൺ കൊടുത്തിട്ടുണ്ടോ? അപ്പോഴും തീരുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഇത്രയും ആളുകളെ മുഴുവനും അവിടുത്തെ തർബിയത്തിൽ ഇങ്ങനെ കഴിയാണ്. അവരൊക്കെ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്, വസ്ത്രം ധരിച്ചു പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കഥ ഇങ്ങനെ ഓർമ്മ വന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമയം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നിന്റെ മുഴുവൻ ജീവികൾക്കും ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ എനിക്ക് അവസരം തരണം. 365 ദിവസത്തിൽ നിന്ന് ഒരു ദിവസം ഫുൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തരണം.
ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, സുലൈമാൻ നബി നിങ്ങളെ കൊണ്ട് കഴിയൂല, വെറുതെ വേണ്ടാത്ത പണിക്ക് നടക്കണ്ട. പിന്നെയും ചോദിച്ചു, 364 ദിവസവും നീ കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ഇതാ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് കൊണ്ട് പറഞ്ഞു കഴിയില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അള്ളാഹു കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കരുത്. രാവിലത്തെ ചായ വേണ്ട, 10 മണി കഞ്ഞി വേണ്ട, ഉച്ചക്കത്തെ ചോറ് വേണ്ട, അസർക്കത്തെ പൊരിക്കടി വേണ്ട, രാത്രിക്കത്തെ ചപ്പാത്തി വേണ്ട, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവസരം. അപ്പോഴും അള്ളാഹു പറഞ്ഞു കഴിയൂല. പിന്നെയും ചോദിച്ചു, ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹു തആല ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന് സമ്മതം കൊടുത്തു. അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശാലമായ സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഉണ്ടാക്കി വെച്ച്, പിന്നെ ആരെ ക്ഷണിക്കുക? ആദ്യം ക്ഷണിക്കുക? ആരെങ്കിലും ഒരാളെ ക്ഷണിക്കണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഓർഡർ വന്നു, സമുദ്രത്തിലുള്ള ആളുകൾ ആദ്യം ക്ഷണിച്ചു. സമുദ്രത്തിലുള്ള ആളുകൾ സമുദ്രത്തിൽ കുറെ ആളുകളുണ്ട്, കരയിലും കുറെ ആളുകളുണ്ട്. 2 ടീമും തമ്മിൽ കച്ചറാവണ്ട. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, അതുകൊണ്ടാണ് നമ്മൾ സ്വലാത്തിന്റെ മജ്ലിസിലൊക്കെ വന്നാല് പെണ്ണുങ്ങൾക്ക് ആദ്യം കൊടുക്കണേ. ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആദ്യം കൊടുത്താൽ മതി, ആണുങ്ങൾക്ക് പിന്നെ കൊടുത്താൽ മതി. 2 കൂടി കൊടുക്കുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് സമുദ്രത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം സമുദ്രത്തിന്റെ ചാരത്തൊന്നും ആരെ വിളിക്കണം? മത്തി അയിലല്ലേ നമുക്ക് പരിചയമുള്ളൂ, അല്ലേ? മത്തി അയില നമുക്ക് എന്നും പരിചയമുള്ളൂ. പിന്നെ ഒരു കഷ്ണമീ വാങ്ങണമെങ്കിൽ ഒന്നിരിക്കൽ ഉസ്താദിന്റെ ചെലവ് വരണം, അല്ലെങ്കിൽ പുയ്യാപ്പള വിരുന്ന് വരണം, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം സമുദ്രത്തിന്റെ ചാരത്തൊന്ന് വിളിച്ചു, സമുദ്രത്തിലുള്ള ജീവികളെ, ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം എന്റെ വകയാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരണം. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഇങ്ങനെ എണീറ്റു, ഒരു ശൈഖ് ഇങ്ങനെ എണീറ്റു, ഫുലാൻ ഇങ്ങനെ വന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒരു സ്ഥലത്തുനിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. കഴിക്കണോടത്തൊക്കെ മൂപ്പര് ഫുൾ ഫിനിഷ് ആക്കിയ പോരുന്നേ. അപ്പൊ സുലൈമാൻ നബി സ്വലാം ബേജാറ് തുടങ്ങി. കാറ്ററിംഗ് ആക്കൊന്നും വിളിച്ചാൻ പറ്റൂലല്ലോ, ആ സിലബസ് നിലവിൽ വന്നിട്ടില്ലല്ലോ. അങ്ങനെ വിളിച്ചിട്ട് ഏത് ആളുകൾക്ക് വന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ബേജാറ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഈ ചെങ്ങായി ഇത് ഉള്ളു തിന്നൂർക്കോ? അങ്ങനെ മൂപ്പര് ഇങ്ങനെ റൗണ്ട് അടിച്ചപ്പോക്കും ഫുള്ള് മൂപ്പര് തന്നെ തിന്നങ്ങ് തീർത്ത്. എല്ലാം മൂപ്പര് തിന്നു. ഭക്ഷണം ഫുള്ള് കഴിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. ഇതുപോലെ നമ്മുടെ ഉമ്മമാര് മീൻ നന്നാക്കുമ്പോ പൂച്ച ഇരുത്തിരിക്കാറുണ്ട്. ആ പൂച്ചക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും, അല്ലെ? ആ ഇട്ട് കൊടുക്കുമ്പോ ഇടക്ക് നിർത്തിയാൽ പൂച്ച മെല്ലെ ഒന്ന് കരയുമ്പോ ഉമ്മ മലയാളത്തിൽ പറയും, പൂച്ചേ 1/2 കിലോ മീൻ വാങ്ങിയാൽ എനിക്കും എന്റെ പുയ്യാപ്പിളക്കും എന്റെ മക്കൾക്കും അനക്കും കൂടി തികയൂല, കൊണ്ടുപോ പറഞ്ഞ അവസാനം ഒരു മീന്റെ തലട്ട് കൊടുക്കും. മലയാളം തീരണ പൂച്ചയാണെങ്കിൽ അത് തിന്നു പോകും, അറബി തീരണ പൂച്ചയാണെങ്കിൽ, സൗദി അറേബ്യയിലെ പൂച്ചയാണെങ്കിൽ അറബി തന്നെ പറയേണ്ടി വരും. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഈ ജീവി തിന്നു. അല്ല, ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം നിങ്ങളല്ലേ ഏറ്റെടുത്ത് അള്ളാഹിന്റെ അടുത്ത്. അതുകൊണ്ട് നമ്മളെ വയറ് ഫുള്ളായിട്ടില്ല, മുഴുവൻ നിന്നിട്ടേ ഇത് മുഴുവൻ കഴിച്ചിട്ട് പറയാൻ. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായത്, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രശ്നം സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ തീർക്കാൻ കഴിയുള്ളൂ. സൃഷ്ടികളാകുന്ന നമ്മളെ കൊണ്ട് കഴിയൂല. ഖുർആൻ പരിഭാഷ എന്ന് എഴുതാൻ പറ്റൂല, ഖുർആൻ വ്യാഖ്യാനം എന്ന് എഴുതാൻ പാടുള്ളൂ. കാരണം എന്താണ്? അതിന്റെ അർത്ഥം പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ ഹദറത്തിൽ ഞാനിങ്ങനെ ഭക്ഷണം കൊടുത്തപ്പോൾ ഈ ചരിത്രം ഓർമ്മ വന്നുകൊണ്ട് ഞാൻ കഴിച്ചിലായി. അങ്ങനെ ഉടനെ ഞാൻ അവിടുന്ന് ആ പരിപാടി നിർത്തി വേഗം പോന്ന്. എന്നാൽ വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ ഹദറത്തിൽ 2 കഞ്ഞി വെക്കും, മഞ്ഞ കഞ്ഞി. അജ്മീറിൽ പോയ ആളുകളൊന്ന് കൈ പോകട്ടെ. റെഡിയാ? ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ മകൻ ഫഖറുദ്ദീൻ തങ്ങളുടെ ഹദറത്തിൽ എത്തിയവരും കൈ പോകട്ടെ. ഇനി എത്താത്തവരായിരിക്കും ഒരു 10 ആളുകൾ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഹാജ തങ്ങളുടെ പേരമകൻ ഉസാമുദ്ദീൻ സാമ്പാറിൽ എത്തിയ ആളുകൾ കൈ പോകട്ടെ. അതെനിക്കറിയാം, അത്രേ വെക്കുള്ളൂ. കാരണം ഹാജ സായിരീങ്ങളാകുന്ന ആളുകൾ പറയുന്നത് ഹാജ പാപ്പയുടെ അംഗീകാരം കിട്ടിയ ആളുകളാണ് ഹാജ പാപ്പയുടെ പേരക്കുട്ടിന്റെ അടുത്ത് എത്തുള്ളൂ എന്നാണ്. അത്രക്കും വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് 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 ഹൃദയം കരിഞ്ഞു എന്നാണ്. ഇപ്പോഴും ആ കരിച്ചിലിന്റെ വാസന കേട്ടിട്ട് പൂച്ച തവാഫ് ചെയ്യാറുണ്ട്. ഇപ്പടുത്ത് എന്നോട് ഒരാള് പറഞ്ഞു, ഈ സാമ്പാർ ഷരീഫിലുള്ള ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ പേരമകൻ ഹാജ പാപ്പയുടെ ഈ പേരമകന്റെ ഉസാമുദ്ദീൻ തങ്ങളുടെ ഖബർ ഇങ്ങനെ മക്കാം ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട് ഒരു പൂച്ച. ഇത് കണ്ട ഒരാൾ എന്നോട് പറഞ്ഞു,
ഇങ്ങനെ തവാഫ് ചെയ്തപ്പോ ചോദിച്ചു, എന്താണ് അവിടുത്തെ ഖാദിമീങ്ങളോട് ചോദിച്ച്, എന്താണ് ഈ പൂച്ച ഇങ്ങനെ തവാഫ് ചെയ്യുന്നത്? അവിടുത്തെ ഖാദിമീങ്ങൾ പറഞ്ഞു, ഇപ്പോഴും ആ ഹൃദയം കരിഞ്ഞ വാസന കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ആദ്യം ആരാ കേൾക്കുക? പൂച്ചയാണ്. വീട്ടിലൊരു 1/2 കിലോ മീൻ കൊണ്ടേ വെച്ചാൽ ഉമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ സിറ്റോട്ട് കൊണ്ടേ വെച്ചാൽ അത് ആരും കൈകാര്യം ചെയ്യാം? പൂച്ച കൈകാര്യം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പർക്ക് ആവശ്യമല്ല, മൂപ്പര് കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പോഴും ആ കരിച്ചിന്റെ വാസന ഇപ്പോഴും പൂച്ചകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൂച്ചകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നതെന്ന് അവിടുത്തെ ഖാദിമീങ്ങൾ പറഞ്ഞു. ആ നേരെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ വലിയ അംഗീകാരം കിട്ടുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ പേരക്കുട്ടിയുടെ അടുക്കലെത്തുക. അതുകൊണ്ട് എല്ലാവരും ഇനി അജ്മീറിൽ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് സാമ്പാർ ഷെരീഫിൽ പോവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ അനുഭവം അല്ലെങ്കിൽ വിളിച്ചോ. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകമായ ഒരു തണുപ്പാണ്, ഒരു തിരക്കൊന്നും ഉണ്ടാവൂല. എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ പോയ ആളുകൾക്കൊക്കെ സന്തോഷകരമായി നല്ല വിശാലമായി ദുആ ചെയ്ത് നമുക്ക് പോരാനുള്ള സൗകര്യമുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹയാത്ത് കാലത്ത് അവർ ദഅവത്ത് നടത്തി 14 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇസ്ലാമിലേക്ക് അവർ കൊണ്ടുവന്നു. ഇപ്പോഴും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ലഭിക്കുകയും ബഹുമാനപ്പെട്ടവർ ഇവിടെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൗഫീഖുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും, ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുണ്ട് കുറെ ആളുകൾ ഏത് പരിപാടിക്ക് എന്നാലും പോലെ അവിടെ ഇരിക്കാൻ കിട്ടൂല അല്ലെ. ഏത് പരിപാടിക്ക് എന്നാലും പോലെ അങ്ങനെ അവിടെയും പടി നടന്ന ഐസ്ക്രീം നിന്ന് പോലെ അങ്ങനെ ഐസ്ക്രീം എന്നാ തൗഫീഖുള്ളവരാണ്. ഓരോ കുറ്റം പറയണ്ട. ഒരു ഐസ്ക്രീമിന് തൗഫീഖുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കാൻ വന്ന ആളുകൾ ഇവിടെ ഇരിക്കും, സ്വലാത്തിന് വന്ന ആളുകൾ സ്വലാത്ത് ചൊല്ലും, ദിക്റിന് വന്ന ആളുകൾ ദിക്ർ ചൊല്ലും. ഇങ്ങനെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് സുബ്ഹാനല്ലാഹ് അങ്ങനെ ബാക്കിയാത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് ദർസ് തുടങ്ങുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളെ ഒന്ന് സന്ദർശിക്കാമെന്ന നിലയിൽ അവിടെ എത്തി. അന്ന് ബാക്കിയാത്ത് സ്വാലിയാത്തിൽ പഠിച്ചു വരുമ്പോ തണുപ്പിനുള്ള ഇനി നമ്മളെ പ്രിയപ്പെട്ട ഹാജിയെ നമ്മള് ഇവിടെ ഇക്റാമ് ചെയ്തതുപോലെയുള്ള ഒരു തുണി, നല്ല തണുപ്പിനുള്ള ഒരു തുണി ഇങ്ങനെ ഉസ്താദിന്റെ തലയിലിട്ട് ഇങ്ങനെ തണുപ്പിന് ഇങ്ങനെ പോവുകയാണ്. ഉസ്താദ് അന്ന് നല്ല ഒരു ഡ്രസ്സ് ഇട്ടു, നല്ല അടിപൊളി ഡ്രസ്സ്. ആരോ ഒരാള് ജീവിതത്തിൽ ദർസിൽ മുതഅല്ലിമായി പഠിച്ച കാലത്ത് അത്രയും നല്ല മുന്തിയ ഒരു ഷർട്ടിന്റെ സീല ആരും കൊടുത്തില്ല. പക്ഷെ നല്ലൊരു ഷർട്ടിന്റെ സീല കിട്ടി. അത് അടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജ തങ്ങളെ ഹദറത്തിലേക്കാണല്ലോ പോകുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെയാ പോകേണ്ടത്. ചിലര് മക്കാമക്ക് പോകുമ്പോൾ കള്ളിത്തുണി എടുത്താ പോവുക. അതുവരെയൊക്കെ വേറെ തുണിക്കാരുണ്ടാവും. നിസ്കരിക്കുമ്പോഴുണ്ടാവും ആ യൂറോപ്യൻ ക്ലോസെറ്റും ഇരുന്ന ആ ഒരു കള്ളിത്തുണി എടുത്തിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. പക്ഷെ തക്കാരത്തിന് പോകുമ്പോഴൊക്കെ നല്ല ഡ്രസ്സായിട്ട് പോവുക അല്ലേ. അതുകൊണ്ട് സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ നല്ല ഉഷാറുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകേണ്ടത്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഇവിടെ പോയപ്പോ ഒരാൾ ഇങ്ങനെ ഉസ്താദ് സിയാറത്തിന് ഇങ്ങനെ കയറാൻ നേരത്ത് അവിടെ ഇങ്ങനെ ഒരാളുണ്ട്. അയാൾ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വാ, നിന്റെ ആ തട്ടം ഉണ്ടല്ലോ അത് എനിക്ക് കൊണ്ടാ, ആ തട്ടം ഇങ്ങോട്ട് കൊണ്ടുപോവാ, ആ ഷോൾ ഇങ്ങോട്ട് കൊണ്ടാന്ന്. ആ ഷോൾ ഉസ്താദ് കൊടുത്തു. അങ്ങനെ സിയാറത്ത് എന്നിട്ട് കഴിഞ്ഞിട്ട് വാറണം. സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് അവർകൾ എത്തിയപ്പം ഉസ്താദിനോട് പറഞ്ഞു, നീ ഇട്ട ആ ഷർട്ട് എനിക്ക് തരണം. ഉസ്താദ് സത്യത്തിൽ അങ്ങനത്തെ ഒരു ഷർട്ട് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഉസ്താദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇൻഷാ അല്ലാഹ് റൂമിൽ പോയി പഴയ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഇത് കൊണ്ടുതരാം. അങ്ങനെ ആ റൂമിൽ പോയി പഴയ ഡ്രസ്സ് മാറ്റി ഈ പുതിയ ഡ്രസ്സ് ഉസ്താദ് സന്തോഷത്തോടുകൂടി അയാൾക്ക് കൊടുത്തു പോവുകയാണ്. അങ്ങനെ ഉസ്താദ് അൽഹംദുലില്ലാഹ് നാട്ടിലെത്തുമ്പോ ഇതുപോലെയുള്ള 2 ഷർട്ടിന്റെ സീല തപാൽ മാർഗം അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇന്ന് ഉസ്താദ് പറയാറുണ്ട്, അന്ന് മുതൽ ഇന്ന് വരെ ഡ്രസ്സിന് ഒരു ബുദ്ധിമുട്ടും ആയിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിൽ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്. അത് തിരിഞ്ഞ ആളുകൾക്ക് തിരിയുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഹാജത്തിഹ ഓതാൻ നിങ്ങൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മളെ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹാജാ തങ്ങളെ മേൽ ബദരീങ്ങളെ മേൽ ഒരു ഫാത്തിഹ ഓതി നമ്മൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഹിഫ്ദ് നമുക്ക് ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനവും ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഒക്കെ പഴയ ബിൽഡിങ്ങൾ എത്രയോ മുന്നേ ഉണ്ടാക്കിയ ബിൽഡിങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അന്ന് കാലങ്ങളിൽ ഇതിനു വേണ്ടി സഹകരിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ, അതുപോലെ ദീന് പഠിക്കുന്ന മക്കൾ അൽഹംദുലില്ലാഹ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല
ഇതിന് സഹായിച്ച മുഴുവൻ ആളുകൾക്ക് അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ നിങ്ങളെ പോലെയുള്ള ആളുകൾ സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് മജ്‌ലിസുകൾ ഞാൻ പോവാറുണ്ട്. ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളുടെ ഉറൂസ് എനിക്ക് പകല് നടത്തുന്നതാണ് ഇഷ്ടം, രാത്രി നടത്തുന്നതല്ല ഇഷ്ടം. പകല് നടത്തി നല്ല ഭക്ഷണം കൊടുക്കണം. ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളുടെ ആ കഞ്ഞി മാത്രം കുടിച്ച് ജീവിക്കുന്ന കുറെ ആളുകൾ, മഞ്ഞ കഞ്ഞി അല്ലേ, അതെങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? പഴയ കാലത്ത് നല്ല പുല്ലിട്ട് കൊണ്ടായിരുന്നത് വേവിച്ചിരുന്നത്. ആ പുല്ല് ഇന്നും പുല്ല് ബർക്കത്തിനിടും, വിറകിടുമെങ്കിലും പുല്ല് ഇപ്പോൾ ഇടാറുണ്ട്. അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ അവിടെയും ചെന്നാൽ കാണാൻ നമുക്ക് ഒരു കഞ്ഞി കൊടുക്കും. ലങ്കർ ഖാൻ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ മഖാമിന്റെ തൊട്ടടുത്ത് വിശാലമാകുന്ന വലിയ ഒരു ടൗണിലാണ് മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ മഖാമുള്ളത്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിശാലമായ ഒരു ലങ്കർ ഖാൻ ഭക്ഷണശാല കാണാൻ കഴിയും. അവിടെ എല്ലാ ദിവസവും 60 കിലോ ആട് വേവിച്ച് ഒരു കഞ്ഞി ഉണ്ടാക്കി. ഒരു കഞ്ഞി എന്ത് ചെയ്യും? ആ ആട് കഞ്ഞി, ഞാൻ വിളിച്ച പേരാണ്, വേറെ എന്തെങ്കിലുമൊക്കെ പേര് ഉണ്ടാവും. എന്തായാലും ആ ആടിട്ട ഒരു കഞ്ഞി അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ. ആ ഒരു ദുആയിൽ പെടാൻ വേണ്ടി ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ സുബഹിക്കെത്തുന്ന ആളുകളുണ്ട്. അവിടുന്ന് 4 മണിക്കൂർ യാത്ര ചെയ്താലാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളെ ഹളറത്തിലെത്താൻ കഴിയും. ഇവരൊക്കെ അൽഹംദുലില്ലാഹ് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളെ ഹളറത്തിൽ ഒരു പ്രാവശ്യം വന്ന് അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോരുമ്പോ ഒരു പ്രായമുള്ള ഒരു 100 വയസ്സാകുന്ന ഒരാൾ, നിങ്ങളെങ്ങനെ കണ്ടപ്പോ എനിക്ക് അയാളെ മാതിരി അങ്ങ് തോന്നി അല്ലേ, നല്ല പ്രായമുള്ള ഒരു താടിയൊക്കെ ഉള്ള നിരച്ച ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ശുഗലി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 150 വിധവകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോലിയാണ്. 150 വിധവകൾക്ക് യത്തീംഖാന പോലെ വിധവകൾക്ക് വേണ്ടി ഭക്ഷണം. ബഗ്ദാദ് യുദ്ധത്തിൽപ്പെട്ട ഒരുപാട് ഭർത്താക്കന്മാര് മരണപ്പെട്ടപ്പോ അവർക്ക് അവരുടെ ഭാര്യമാര് വീട്ടിൽ കഴിയുന്ന ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന 150 ആളുകളെ അദ്ദേഹം ഏറ്റെടുത്ത് ഇങ്ങനെ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ മനുഷ്യന്മാര് ചെയ്യുന്ന ഖിദ്മകൾ. ഞാൻ ബഹുമാന്യരാകുന്ന ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ ഒരു യത്തീംഖാന തുടങ്ങുക, ഞാൻ ഇവിടെ നിന്നോളാം. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു യത്തീംഖാന, എത്ര യത്തീമക്കളുണ്ട് അവിടെ, ആര് നോക്കാനും സംവിധാനങ്ങളൊന്നുമില്ല. നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാഹ് എല്ലാത്തിനും സംവിധാനങ്ങൾ നമ്മുടെ ഉസ്താദുമാർ അൽഹംദുലില്ലാഹ് തുടങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതിന് ഉമ്മയാണ്, ഉമ്മുൽ മദാരിസ്. അൽഹംദുലില്ലാഹ് മർക്കസ് എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അൽഹംദുലില്ലാഹ് കീഴിലായി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെയൊക്കെ പോകുമ്പോൾ ഏത് നാട്ടിൽ പോകുവാണെങ്കിലും ആ നാട്ടിലത്തെ കുറച്ച് ചില്ലറ പൈസ ഉസ്താദിന്റെ കയ്യിലുണ്ടാവും. ആളുകൾ ഇങ്ങനെ കൈ കാട്ടുമ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കും. ചില സ്ഥലങ്ങൾ ബഗ്ദാദിലൊക്കെ ചില ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ വിരി തൂക്കിയിട്ടുണ്ടാവും. ആ വിരി ഇങ്ങനെ അതിന്റെ ഉള്ളെന്ന് പറയും, ഇവിടെ 4 ആളുകളുണ്ട്, വിധവയാകുന്ന ഒരു ഉമ്മയുണ്ട്, 4 യത്തീമക്കൾ ഈ വീട്ടിലുണ്ടെന്ന് പറയുമ്പോ അവർക്കൊരു ഹദിയ കൊടുക്കുന്നു. പിന്നെയും മുന്നോട്ട് നീങ്ങുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നു, 3 യത്തീമക്കളുണ്ട്, അത് ഒരു വിധവയും ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്നു. ഏത് നാട്ടിൽ ചെല്ലുമ്പോഴും അവിടെയെല്ലാം ധർമ്മം കൊടുക്കുന്നു. ആ ധർമ്മം സുബ്ഹാനല്ലാഹ് വലിയ വിശാലത എല്ലാ വിഷയത്തിലും ചെയ്തു തരും. അതുകൊണ്ടല്ലേ ഉസ്താദിന് സുഖമില്ലാതെ വന്നപ്പോ സുബ്ഹാനല്ലാഹ് എത്ര ആളുകൾ ദുആ ചെയ്യാനുണ്ടായി, നോമ്പ് നിൽക്കാനുണ്ടായി. ഭക്ഷണം 40 ദിവസം തുടരെയായി നോമ്പ് തോറ്റവർ എന്റെ അനുഭവത്തിലുണ്ട്. 4444 ഖത്മുൽ ഖുർആൻ തീർത്തുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ 6000 ചില്ലാനം ഖത്മുൽ ഖുർആൻ ഞങ്ങൾക്ക് എണ്ണം കിട്ടിയതുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ 6000-ൽ നിന്ന് 100ഓളം വരുന്ന ഖത്മുൽ ഖുർആൻ ലണ്ടനിൽ നിന്ന് ഓതിയതാണ് അറിയിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും നമ്മുടെ ധർമ്മങ്ങൾ നമുക്ക് വലിയ ഖൈറിലേക്ക് എത്തിത്തരും. ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മക്കളുടെ ചെലവ് ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഒരു 4444 രൂപ, ഇൻഷാ അല്ലാഹ് ചെറിയ കാശാണ്, 4444 രൂപ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി. ഒന്നിച്ച് കൊടുക്കാൻ കഴിയൂലെങ്കിൽ ആക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു 300, ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ, എല്ലാം നിങ്ങൾക്ക് കേൾക്കണം. എല്ലാവരും കൂപ്പണല്ലോ ഉസ്താദേ, അത് കൊടുത്താൽ മതി.
അങ്ങനെ 370 രൂപയാണ് ഒരു മാസത്തിന്. നിങ്ങൾക്ക് ഒന്നിച്ച് 1000 കൊടുക്കാൻ കഴിയൂലെങ്കിൽ, 4400 നമ്മൾ കൊടുക്കൂലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനെ ഒരു പ്രത്യേകമായ ടീം ഉണ്ടാവുകയും ഗൂഗിൾ പേക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 370 രൂപയാണ് ഒരു മാസത്തിന് വരികയുള്ളൂ. അപ്പൊ 4444 രൂപയാകും 12 മാസം കൊണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഡബിൾ 2444 അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അവിടെതാ അൽഹംദുലില്ലാഹ് മൂന്നാമത്തെ ഒരാൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, നാലാമത്തെ ഒരാൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും ഒരു 4444 രൂപ, ഒരു 370 റുപ്യ ഒരു മാസം ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്താൽ അല്ലാഹു നിങ്ങൾ ഏറ്റെടുക്കും. ഒരു പ്രയാസവും കരുതണ്ട ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാഹ് മാസം 2000 സുബ്ഹാനല്ലാഹ്. ഒരു കുട്ടിയെ പൂർണ്ണമായ തകാഫുൽ 24000 രൂപ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. പേരക്കുട്ടിക്ക് കണ്ണ് കാണാത്ത ചെറിയൊരു പ്രയാസമുണ്ട്, അത് മാറിക്കിട്ടണം. അല്ലാഹ് അജ്മീറിലുള്ള 41 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കരുതിക്കോളൂ. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് 4444 രൂപ അൽഹംദുലില്ലാഹ് ഒരു വർഷത്തേക്കാണ് നിങ്ങൾ ഏൽക്കുന്നത്. ചെറിയൊരു കാശ് അൽഹംദുലില്ലാഹ്. ഇവിടെ ഒരാൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ക്യാൻറ്റീനിലെ ജോലിക്കാരൻ തബ്ബാഹ് അൽഹംദുലില്ലാഹ് 4444 ഇവിടെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അബ്ദുൽ ഗഫൂർ അല്ലാഹു അവന് ബറക്കത്ത് കൊടുക്കട്ടെ, ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? എല്ലാവരും ഏറ്റെടുത്തതിന് ഇൻഷാ അല്ലാഹ്. അതെ ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാഹ്. ആരെങ്കിലും വേഗം പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4400 ഓരോ മാസങ്ങൾ കൊടുത്തുകാണ്ട് 12 മാസം തീർത്താൽ മതി. 370 റുപ്യാണ് അത് ഹരിച്ചാൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇനി ആരെയും ഉണ്ടോ? നമ്മളെ ഒരുപാട് കാശ് പലതിന് വേണ്ടി ചിലപ്പോൾ അങ്ങനെ. അവിടെ 4440, അവിടെ ഇൻഷാ അല്ലാഹ് 4444, അവിടെ 4444. അൽഹംദുലില്ലാഹ് നിങ്ങൾ പറഞ്ഞവരൊക്കെ ആ മുതഅല്ലിമീങ്ങൾക്ക് ലീസ്റ്റ് കൊടുത്ത് നിങ്ങളുടെ മാസം ബന്ധപ്പെടുന്ന ഒരു സ്വഭാവം ഇതിനുണ്ടാവണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. മാസം എന്ന് പറയുമ്പോഴാണ് ആളുകൾ ഏൽക്കുക, ഒന്നിച്ച് ചിലപ്പോൾ തരാൻ കഴിഞ്ഞോളമെന്നില്ല. ബിസ്മില്ലാഹ്. ഇനി ആരാ? 4000 മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഒരു 370 റുപ്യ മാസം പറഞ്ഞ് 4444 ഏൽക്കാൻ ആരെയുണ്ടോ? ഞാൻ പറയണം ബേക്കിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ 4444 അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാഹ് 4444 ഉണ്ടോ? വേഗം പറയണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇതിന്റെ പേരിൽ ഞാൻ സമയമൊന്നും ചെലവാക്കൂല. നിങ്ങൾ നല്ല മനസ്സോടുകൂടെ 15,000 അജര് കുറെ ഏറ്റിപ്പോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. വേറെ വലിയൊരു സംഖ്യ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഒരു ചെറിയ മരുന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ബിസ്മില്ലാഹ്. ഇനി ആരണ്ട? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4444 പറയാം. വേഗം പറയണം. എത്ര നമ്മളെ കൊണ്ട് ഈ സ്ഥാപനം നടത്താൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ ഒരു സ്ഥാപനം നടത്തും, ഈ സ്ഥാപനം നടത്തുന്ന ആളുകൾക്കൊക്കെ ഷുഗറായി കാരണം ഇന്നും ടെൻഷനേ കാരണം. എന്നാലും പിന്നെ ഷുഗറിന് സമാധാനം കിട്ടില്ല കുട്ടികളെ കാണുമ്പോഴാണ്. ഒരു സഹോദരി 4444 അല്ലാഹു തആല ഉപ്പയുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബിനെ എത്തിക്കണം റഹ്മാനെ. ഇനി ആരാ? ബിസ്മില്ലാഹ്. 4444 പറയാൻ പറ്റുന്ന ആളുകൾ ബിസ്മില്ലാഹ് ഉണ്ടോ? ഇനി അത് കഴിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 2000 ചിലാനന്റെ പകുതി പറഞ്ഞോ. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഇതിൽ കൂടിയാൽ ഇൻഷാ അല്ലാഹ് ഈ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു ചെറിയ പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ അങ്ങനെ മെല്ലത് മുന്നോട്ട് കൊണ്ടുപോയി. അൽഹംദുലില്ലാഹ്. വലിയ ചെലവില്ലേ. നമ്മളെ ഒരു 3 മക്കൾക്ക് വേണ്ടി 4 മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അഷ്റഫ് സഖാഫി 4500 ഇപ്പോൾ തന്നെ തന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഖിദ്മാത്തുകളും അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. മക്കളെയൊക്കെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരാ പറയാൻ പറ്റുന്ന ആള്? മൊയ്തുൻ ഹാജി അല്ലേ? ആകങ്ങൾ പറഞ്ഞോളൂ. ഞാൻ എനിക്ക് കിട്ടാത്ത പേര് പറഞ്ഞ് തെറ്റുണ്ടല്ലോ. ഇഫ്ള് പഠിക്കുന്ന കുട്ടീന്റെ ഉപ്പ അല്ലേ?
ഇനി ആരാ ഇൻഷാ അല്ലാഹ് ഹിഫ്ള് പഠിക്കുന്ന എല്ലാവരുടെ കുട്ടികളെ വാപ്പാർക്കും ഒക്കെ ഒരു 4454 തരാം അല്ലേ? നല്ല ചെലവുണ്ട് ഇവരെ ഒരു മാസം കൊണ്ടുപോകാൻ. ചെറിയ ചെലവൊന്നുമല്ല. ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 8000 രൂപ ഇവർക്ക് ചെലവുണ്ട്. ഒരു കുട്ടിക്ക് 8000 രൂപ ചെലവാകും. അങ്ങനെ ഇൻഷാ അല്ലാഹ് 10 കൊല്ലം പഠിക്കുമ്പോൾ എത്രയായി? അല്ലേ, 8 ലക്ഷം റുപ്യായി. അപ്പൊ ഈ 8 ലക്ഷം റുപ്യ സമൂഹത്തിനോട് നമുക്ക് ബാധ്യതയുണ്ട്. അതിന്റെ ഇടക്ക് വെച്ച് നിർത്തിയാൽ അഭിഷേക് ഇവിടെ കൊടുത്തു കൊടുക്കണം. ഒരു മാസം 8000 വെച്ച്. അപ്പൊ ഹലാലാവുള്ളൂ ഞാൻ പറഞ്ഞതിനർത്ഥം ഞാൻ എന്റെ പണി പൂർത്തിയാക്കി പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു കുട്ടി ഭക്ഷണം, ഇവിടുത്തെ ഈ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു പോയി പകുതി വെച്ച് നിർത്തിയാൽ ഉടനെ ബാപ്പയും ഉമ്മയും വേഗം ഇവിടെ അടക്കണം പൈസ. അപ്പോഴേ ഹലാലാവുള്ളൂ, അല്ലെങ്കിൽ ഹലാലാവൂല. അങ്ങനെയാണ് ഈ സംഗതി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളിങ്ങനെ പഠിക്കുക. SLC കഴിയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും എന്ന് പോകാനല്ല. SLC കഴിഞ്ഞിട്ട് നിങ്ങളെ കിട്ടണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നൽകുന്നത്. 2000 തരാൻ പറ്റുന്നവരാരാ? 2022 ഒരു ഉസ്താദ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ? 2222 ബിസ്മില്ലാ പകുതി. അൽഹംദുലില്ലാഹ്. അറിയണ്ട നേരത്തെ കുറെ. അതാ 2224. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 222. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാ. ഇനി അങ്ങനെ ഉള്ളവരൊക്കെ അൽഹംദുലില്ലാഹ് നൽകിക്കോ. എല്ലാവരും എണീറ്റ് നിന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു എല്ലാ അർത്ഥത്തിലും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. ദുആ കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്താൽ മതി. അതിനു മുമ്പ് ഭക്ഷണം കൊടുക്കുകയേ വേണ്ട. സഹോദരിമാർക്ക് മാത്രം കൊടുത്തോ. പക്ഷെ അതെല്ലാം എല്ലാവരും ദുആയിൽ പങ്കെടുത്ത് ഭക്ഷണമല്ല പ്രധാനം. ഇൻഷാ അല്ലാഹ് അതൊരു തബറുക്ക് മാത്രമാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله. സാധുക്കളാണ്, പാപികളാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. കള്ള പ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. ഗർഭിണികളാകുന്ന സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം നൽകല്ല അല്ലാഹ്. പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്. മാറാത്ത രോഗങ്ങൾ തന്ന പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്. മാറാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾ മുറിച്ച് മാറ്റേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. ഖാജാ തങ്ങളുടെ നോട്ടമുള്ള മജ്ലിസാക്കണം അല്ലാഹ്. അവിടുത്തെ ഹിഫ്ളുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ആയിരക്കണക്കിന് മിസ്കീന്മാർ അവിടെ ചുറ്റിപ്പറ്റി കൂടുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. 10000കണക്കിന് ആളുകൾ അവിടെ ഉറൂസിൽ പങ്കെടുത്ത് ഇന്നും അവിടെയുണ്ട്. ആ മുഅ്മിനീങ്ങളുടെ ദുആകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനേ. രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല അല്ലാഹ്. അല്ലാഹുവേ ഒരു റോട്ടിന്റെ അരികിൽ നിന്ന് ഒരു ഹമ്പിന്റെ ചാരത്തോ ഒരു കുഴിയുടെ ചാരത്തോ നിന്ന് ഒരു ബക്കറ്റ് കാണിച്ച് ആ ബക്കറ്റിന്റെ മുകളിൽ ഞങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് പിരിവെടുക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക്